ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിരിക്കുകയാണ് കേരള പോലീസ്. റെയിൽ മൈത്രി എന്നാണ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ട്രെയിൻ യാത്രക്കിടയിൽ സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് നേർസാക്ഷികളാകുന്ന യാത്രക്കാർക്ക് സംരക്ഷണം നൽകുക, അവരുടെ ജീവനും സ്വത്തിനും സ്വകാര്യതയ്ക്കും സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് മൊബൈൽ ആപ്ലിക്കേഷന് തുടക്കം കുറിച്ചിരിക്കുന്നത്. റെയിൽവേ പോലീസിന്റെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി റെയിൽ മൈത്രി ആപ്ലിക്കേഷനെ കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷനായ പോൽ ആപ്പുമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. റെയിൽ മൈത്രി ആപ്പിൽ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത് 5 സേവനങ്ങളാണ്. 1. ലോൺലി പാസഞ്ചർ അഥവാ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ. ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. ഇത്തരത്തിൽ സഹായം ആവശ്യപ്പെടുന്ന യാത്രക്കാരെ റെയിൽവേ പോലീസ് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കാണുകയും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഷോപ്സ് ഓൺ പ്ലാറ്റ്ഫോം, അതായത് പ്ലാറ്റ്ഫോമിലെ കടകൾ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് വിവിധ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ, മറ്റ് ഷോപ്പുകൾ എന്നിവയുടെ വിവരം ഇതിലൂടെ ലഭ്യമാകുന്നു. സീക്രട്ട് ഇൻഫർമേഷൻ അഥവാ രഹസ്യ വിവരങ്ങൾ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് യാത്രക്കിടയിൽ സംഭവിച്ചതോ യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതോ ആയ രഹസ്യ വിവരങ്ങൾ പോലീസിനെ അറിയിക്കാം. ഇത് അവരുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും. ലോസ്റ്റ് പ്രോപ്പർട്ടി ഗാലറി അഥവാ നഷ്ടപ്പെട്ട സാധനങ്ങളുടെ പ്രദർശനം. ട്രെയിൻ യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടതും ഇതിൽ പോലീസിന്റെ കൈവശം ലഭിച്ചതുമായ വിവിധ വസ്തുക്കളുടെ ഫോട്ടോകൾ ഈ സേവനത്തിലൂടെ പ്രദർശിപ്പിക്കും. ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കളോടൊപ്പം അവ ലഭിച്ച സ്ഥലം, തീയതി, ട്രെയിൻ, കൂടാതെ ഇപ്പോൾ പ്രസ്തുത വസ്തുക്കൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നീ വിവരങ്ങളും പ്രദർശിപ്പിക്കും. ഇത് നഷ്ടപ്പെട്ട വസ്തുക്കൾ യാത്രക്കാർക്ക് തിരികെ ലഭിക്കുന്നതിന് സഹായകരമാകും. റിപ്പോർട്ട് ആൻഡ് ഇൻസിഡന്റ്, സംഭവങ്ങൾ അറിയിക്കുക. ട്രെയിൻ യാത്രക്കിടയിൽ നടക്കുന്ന വിവിധ സംഭവങ്ങളെപ്പറ്റി യാത്രക്കാർക്ക് പോലീസിനെ ഈ സേവനത്തിലൂടെ അറിയിക്കാം. ട്രെയിനിന്റെ ഉൾവശം, പ്ലാറ്റ്ഫോം, ട്രാക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനാകും.